ടേക്ക് ദ പ്ലണ്ടർ, കൊള്ളയെടുക്കുക. ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചും യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ചും കർത്താവ് കൂടെ നിൽക്കുന്നു, ജയിച്ചവനായ ദൈവമുണ്ടെന്നും ഒക്കെ നമ്മളോട് പല ദിവസങ്ങളായിട്ട് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കർത്താവ് പറയുന്നു, ഇത്രയും കേട്ടെങ്കിൽ, ഇത്രയും ശ്രദ്ധ വെച്ച് നീ കേട്ടെങ്കിൽ ഇനി നിനക്ക് കൊള്ളയെടുക്കാൻ സമയമായി. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അപ്പോൾ യുദ്ധം ചെയ്യും, പക്ഷെ അതിൽ വിശ്വസിക്കണം. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതിൽ ഞാൻ പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. അവർ ഒത്തിരി കഷ്ടത്തിൽ കൂടെ പോകുന്നവർ പറയും, എനിക്ക് ഈ വാക്യം കിട്ടിയ അമ്മ അല്ലെ ആൻറ്റി, എനിക്കിത് കിട്ടി, ഇതുകൊണ്ട് എനിക്ക് പറയും. ഞാൻ പറയും, അതേ തന്നെ പിടിച്ച് നിൽക്കാൻ ഞാൻ പറയും. എന്നിട്ട് അതേ തന്നെ പിടിച്ച് നിന്ന്, മരണത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പേപ്പട്ടി കടിച്ചതിൽ നിന്ന്, എലിപ്പനിയിൽ നിന്ന്, അങ്ങനെ എത്ര പ്രശ്നത്തിൽ നിന്ന്, കോവിഡിൽ നിന്ന് ഒക്കെ ജയിച്ച് ജീവിച്ച എത്രയോ കുടുംബങ്ങളെ എനിക്കറിയാം. കാരണം വചനാടിസ്ഥാനത്തിൽ അവർ ഉറച്ചു നിൽക്കും. അത് ദൈവമാണ് ആ വചനം ഇട്ടുകൊടുക്കുന്നത്. പലപ്പോഴും വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ആ തക്ക സമയത്ത് അതിന് ആ സിറ്റുവേഷന് പറ്റിയ വചനം പരിശുദ്ധാത്മാവ് പുറത്തു. പിന്നെ അതേ പിടിച്ചാൽ മതി, ഒത്തിരി വചനം അറിയേണ്ട ആവശ്യമില്ല. യാക്കോബിൻ്റെ 1:5 ഇങ്ങനെ പറയുന്നത്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അതാണ് നമ്മൾ ഇഫ് യു ഡു നോട്ട് ഹാവ് വിസ്ഡം ആസ്ക് ആൻഡ് ഹി വിൽ ഗിവ് ഇറ്റ് ഇൻ അബൻഡൻസ്. അതായത് ജ്ഞാനം ചോദിച്ചു വാങ്ങിക്കണം. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ബുദ്ധി ഇല്ലെങ്കിൽ ബുദ്ധി, ജ്ഞാനം അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് ദൈവത്തോട് പല പ്രാവശ്യം പറഞ്ഞ് അത് വാങ്ങിച്ചെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നിട്ട് ചോദിച്ചു എന്നിട്ട് സംശയിക്കരുത്. അത് നമ്മൾക്ക് ഈ സംശയിക്കുന്നവന് ഒരു കാര്യവും നേടത്തില്ല. മാനുഷിക ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഈ ഭയമുണ്ട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു സ്ത്രീകൾക്കാണ് കൂടുതൽ, പക്ഷേ സ്ത്രീകളെക്കാട്ടി കൂടുതൽ ഭയമുള്ള പുരുഷന്മാരെ അറിയാം. അവരുടെ ഭയം കൊണ്ട് ഒരു കാര്യം അവർ നേടുന്ന ഒന്നും അനുഭവിക്കാൻ വയ്യാത്ത ഒരു ഗതികേട്. ഭയമുള്ള പല പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരു 60 വയസ്സ് 70 വയസ്സ് അവർക്ക് അസുഖം വരും. പിന്നെ അവർ വീട്ടിന് പുറത്തോട്ട് ഇറങ്ങത്തില്ല, കാറിൽ കയറാൻ പേടിയാണ്, ആളുകളെ പേടിയാണ്, പിന്നെ ഫോൺ എടുക്കത്തില്ല, മിണ്ടത്തില്ല, പിന്നെ ശോഷിച്ച് ഒരു തരം അവസ്ഥയില്ല. അതായത് എല്ലും തോലുമായിട്ട് മാത്രം. അതാണോ ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. ദൈവം തൻ്റെ മക്കളെ കാത്ത് അല്പകാലത്തേക്ക് ഇടയ്ക്ക് കഷ്ടം വരും എന്നും പറഞ്ഞ് ഒരിക്കലും മനസ്സിലാകാത്ത ഇതിലിട്ട് അത് ദൈവം അല്ലത്. ഈ കാര്യത്തിൽ എനിക്ക് ജ്ഞാനം വേണം കർത്താവെന്ന് പ്രാർത്ഥിച്ച ദൈവം അത് തരും. ഇത് പരിശുദ്ധാത്മാവ്. ഇപ്പോൾ ഈ ഓരോ വ്യക്തിക്കും ഉള്ള പ്രതിസന്ധിയിൽ നമ്മൾ അവനവൻ തന്നെത്താനെ ദൈവത്തോട് അടുത്തിട്ട് ഭയം മാറണം. ഈ ഭയം എന്ന് പറയുന്നത് ദൈവത്തിന് വെറുപ്പാണ്. അടുത്ത ഭയപ്പെടേണ്ടെന്ന് 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ തന്നെ ഓരോ പ്രാവശ്യം. പിന്നെയോ ഭയം, പിന്നെ സംശയം. അതിനാണ് പറയുന്നത് വിശ്വാസം. അതായത് അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. യാക്കോബിൻ്റെ 1:5 മുമ്പേ വായിച്ച, എൻ്റെ 6 ഇപ്പം വായിക്കുന്നത്. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമം. അങ്ങോട്ടും ഇങ്ങോട്ടും ഊടാടി നടക്കുന്ന തിര എന്നാ ഗുണമാണ്? ഒരു കാര്യവും നേടുന്നില്ല. അതാണ് മനുഷ്യൻ്റെ ജീവിതം. എത്ര കഷ്ടപ്പാടല്ലേ ഓരോരുത്തരുടെയും. ഓരോ പുരുഷന്മാരെ കാണുമ്പോൾ എത്ര വയസ്സായി? 45 വയസ്സ്. എന്ത് നേടി? ഒന്നും നേടിയില്ല. സങ്കടമല്ലേ? ഉറച്ച നങ്കൂരമാവുന്ന ക്രിസ്തു മുൻപിൽ നിന്നിട്ട് ഇവർ കാണാൻ വയ്യാത്തവരുടെ കണ്ണുകൾ അന്ധമാക്കുന്ന ദുഷ്ടാത്മസേനകളെ, ശത്രുവിനെ യഹോവ തന്നെ ഭത്സിച്ച് വെട്ടിമാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം പറയുന്നത്. അഴിഞ്ഞു മാറിപ്പോട്ടെ. എത്ര പ്രായമായിട്ടും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കാതെ നടക്കുന്നു. വളരെ സങ്കടമല്ലേ അത്? സങ്കടം തന്നെ. നമുക്കൊരു വലിയ വിളിയുണ്ടായിട്ട് ആ വിളിയിലോട്ട് വരാതെ ഒളിഞ്ഞ് നടപ്പിക്കുന്ന കള്ളപ്പാമ്പിനെ ഇങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് വെട്ടി തീ കത്തിച്ച് കരിച്ചു കളയാൻ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം. അതായത് നമുക്കൊരു സെലസ് പ്രാർത്ഥനയുള്ളവരായിരിക്കണം. ഈ 2 രാജാക്കന്മാർക്ക് യുദ്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പഴയ നിയമം മുഴുവൻ ഫിസിക്കൽ യുദ്ധമാണ്, ഈ പുതിയ നിയമം മുഴുവൻ ആത്മീയ യുദ്ധമാണ്. രണ്ടുമുണ്ട്, ഫിസിക്കൽ യുദ്ധം ആത്മീയ യുദ്ധമുണ്ട്. പക്ഷേ ഈ പഴയ നിയമത്തിൽ കൂടുതലെല്ലാം ജഡീക തലത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏലിയ പ്രവാചകനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഒരു ആരാം രാജാവിൻ്റെ സൈന്യം വന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം ഇവരിങ്ങനെ രാവിലെ നോക്കുമ്പോൾ ബാല്യക്കാരൻ പുറത്ത് നോക്കുമ്പോൾ ദാണ്ട ഇവിടെ എല്ലാം സൈന്യം നിൽക്കും. എന്തിനാ? ഒരു പ്രവാചകനെ പിടിക്കാൻ ഒരു സൈന്യം വന്ന് നിൽക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പ്രവാചകൻ്റെ കയ്യിൽ വാളോ യുദ്ധമോ ഒരു സാധനമോ പീരങ്കിയോ ഒന്നുമില്ല.
ഈ ഒരു മനുഷ്യനെ പിടിക്കാൻ ഇത്ര പേരെ പറഞ്ഞു വിടണം? എന്നാ ശക്തിയല്ലേ ദൈവത്തിൻ്റെ ആത്മാവ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് നമ്മുടെ കൂടെ? നമുക്ക് വേണ്ടി പാളയം ഇറക്കി നിർത്തിയിരിക്കുന്ന ദൈവദൂതന്മാരുണ്ട്. ഉണ്ടെന്നാണല്ലോ വേദപുസ്തകം പറയുന്നത്. അങ്ങനെയല്ലേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? പിന്നെ ഏലിയാ പ്രവാചകൻ്റെ ശിഷ്യൻ നോക്കുന്നതുകൊണ്ട് അയ്യോ രാവിലെ എഴുന്നേറ്റ് പുറത്ത് ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നുണ്ട് ഒരാളെ പിടിക്കാൻ. ഇസ്ന്റ് ഇറ്റ് സ്ട്രേഞ്ച്? തോന്നിക്കുന്നില്ലേ? ഒരാളെ പിടിക്കാൻ ഇത്ര പേരുടെ ഭയം. ആത്മീയ കുളത്തിൽ നിൽക്കുന്നവരെ കാണുമ്പം അന്ധകാരശക്തിക്ക് ഭയം. അവന് ഒരു കൂട്ടമായിട്ടാണ് വരുന്നത്. അഴിഞ്ഞു പോകട്ടെ നാശമൊക്കെ. ബാല്യക്കാരൻ അവനോട് അയ്യോ യജമാനെ നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അതിനവൻ പേടിക്കണ്ട, നമ്മോടുകൂടെ ഉള്ളവർ അവനോടുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു. ഏലിയാവല്ല, എലീശാവാണ് രണ്ടാമത്തെ പ്രവാചകൻ. എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം അവൻ്റെ കണ്ണ് തുറക്കണം. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. ഇതാണ് നമുക്ക് ആവശ്യം. എൻ്റെ കർത്താവേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളെ തുറക്കണേ. നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ കണ്ണ്. കർത്താവിൻ്റെ ഒരു ദർശനം ഒരു പ്രാവശ്യം കിട്ടിയാലേ പിന്നെ നമ്മൾ ചാഞ്ചാടി നടക്കത്തില്ല ആ വിഷയത്തിന്മേൽ. എന്ന് പറയാൻ മറ്റേ വിഷയത്തിന്മേൽ എല്ലാത്തിനും കിട്ടണമെന്നില്ല, ചോദിച്ചു വാങ്ങിക്കണം എല്ലാത്തിനും. കർത്താവ് ഒരു മജീഷ്യൻ്റെ കൂട്ടൊന്നും അല്ല. നിരന്തരം അവൻ്റെ കൂടെ നിന്ന് സഹോദരനോട് ചോദിക്കുന്ന പോലെ ചോദിച്ച് മനസ്സിലാക്കണം. ഏലീശയുടെ ചുറ്റും യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്ന് ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കും. അഗ്നിമയന്മാർ, അതായത് അഗ്നിമയന്മാരെ രഥങ്ങളും കുതിരകളും രഥങ്ങളും ചുറ്റും നിൽക്കുകയാണ്. എന്നിട്ട് എലീശ എന്താ പറഞ്ഞത്? എലീശയ്ക്ക് ഒരു പേടിയൊന്നുമില്ല. ഈ ജാതിക്കല്ല അന്ധത കൊടുക്കണമെന്ന്. ദൈവം എല്ലാത്തിൻ്റെ അന്ധത വിട്ടു. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ അത്തിവൃക്ഷത്തിന്മേൽ ഒരു ഫലം കായ്ക്കത്തില്ല നമ്മൾ പറഞ്ഞ്. ദുരാത്മാവിൻ്റെ സകല തന്ത്രങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ അഴിഞ്ഞു പോട്ടെ. ഈ അത്തിവൃക്ഷത്തിന്മേൽ ഇനിയും ഒരു ഫലം കായ്ക്കത്തില്ല. പറയും ദുഷ്ടൻ്റെ തന്ത്രങ്ങൾ. നമ്മൾ ഈ ദുഷ്ടനെ കാണുമ്പം അവനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നതിന് വ്യക്തികൾക്കെതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. വല്ല പ്രയോജനമുണ്ടോ? പിശാച് നമ്മളെ നോക്കി കൈകൊട്ടുന്നു. ഈ സത്യമൊക്കെ എപ്പം മനസ്സിലാക്കും? ഏലീശ അവരോട് ഇതല്ല വഴി. അപ്പോൾ ഇവർക്കെല്ലാം അന്ധത പിടിച്ചപ്പം ഏലീശ ഇതുങ്ങളെല്ലാം കൂടെ നയിച്ചുകൊണ്ട് അവരുടെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തു. രാജാവ് ചോദിക്കുന്നു ഇവരെല്ലാം വെട്ടിക്കൊല്ലട്ടെ എന്ന്. എളുപ്പമല്ലേ? ഒന്നിനും കണ്ണ് കാണത്തില്ലല്ലോ, ഇല്ലേ? എലീശ അവർ ഒരിക്കലും വേണ്ട, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അവർക്ക് ഭക്ഷണം കൊടുത്തു. അങ്ങനെ അവൻ തിന്നു കുടിച്ച് തങ്ങളുടെ യജമാനൻ്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക ചെയ്തു. ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്തു. അങ്ങനെ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്ന് കുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനൻ്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടർ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. അതായിരിക്കണം നമ്മുടെ യുദ്ധമുറ. അതായിരിക്കണം ഈ 2026 യുദ്ധമുറ. പിന്നെ അവനെ കണ്ടു. ശത്രുവിന് ദൂരം കുറഞ്ഞെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രസൻസ് ശത്രുവിനെ നീ കാണത്തില്ല. ദുഷ്ടൻ അവിടെ ഇല്ലാതായി എന്ന് പറഞ്ഞു. ഞാൻ സെർച്ച് ചെയ്ത് നോക്കുകയാണ് അവിടെ എങ്ങാനും ഉണ്ടെന്ന്. അവിടെ ഇല്ലെന്നേ. എടുത്തു മാറ്റുന്ന ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. പ്രവർത്തിക്കപ്പച്ച, ചെയ്ത് കാണിക്കപ്പച്ച. പുതിയൊരു കാലം തുറന്നിട്ടേ അപ്പച്ച. അതുപോലെ തന്നെ 2026 വീണ്ടും ദൈവത്തിന് വൈസ് സേവ്സ് അഗ്രസീവ്ലി. എല്ലാം ദൂർത്തടിച്ച് കളയാതെ സൂക്ഷിച്ചു വെക്കാൻ കൂടെ പഠിക്കുക. നമ്മൾക്കുള്ളതിൽ കൂടുതൽ ചിലവാക്കി പഠിക്കരുത് ഒരു കാര്യത്തിലും. ഉള്ളതിനകത്ത് സന്തോഷിക്കാൻ പഠിക്കണം. നിർബന്ധം. കടം വാങ്ങിച്ച് ഓരോ കാര്യങ്ങൾ നേടുമ്പോൾ ഈ കടം വാങ്ങിച്ചവരൊക്കെ എത്ര പേരെൻ്റെ എനിക്ക് വരുന്നത്. ഒരു കാശ് വീട് പണിയാൻ വേണ്ടി ആകെ ഒരു 4 ലക്ഷമായിരിക്കും. പിന്നെ അത് ഇൻട്രസ്റ്റ് കൂടി 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം വർഷങ്ങളോളം കൊടുക്കാതെ കിടക്കുകയാണ്. കടം എടുക്കുന്നതിന് ഇൻട്രസ്റ്റ് വേഗം കൂടും. മനസ്സിലായോ? അവരുടെ ജീവൻ കളഞ്ഞാണ് അവർ ജീവിക്കുന്നത്. എന്നാ കഷ്ടപ്പാടാണെന്നറിയാമോ? ഈ കടവും കടബാധ്യത ഇല്ലാതാക്കുക അതൊരു ശാപം തന്നെയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അത് കയറില്ല. അത് തുടച്ചു മാറ്റണം. യേശുവിൻ്റെ രക്തം ഒഴിച്ചത് തുടച്ചു മാറ്റുന്നു. ഒരു പുതിയ കാറ്റ് കർത്താവേ, നിൻ്റെ സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വിശുദ്ധിയുടെയും സമൃദ്ധിയുടെയും ഒരു കാറ്റ് ഇപ്പോൾ അയച്ചു തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കൂടെ വന്ന് നിൽക്കുകയാണ്. അവൻ്റെ സാന്നിധ്യം നമ്മളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ 30:21 പറയുന്നുണ്ട്, ഇതാണ് വഴി, നീ പോകുമ്പോൾ ഇതാണ് വഴി, ഇതിലേ നടക്കുക എന്ന ശബ്ദം നമ്മൾ പിൻപിൽ കേൾക്കും.
കേൾക്കണം. അതായത് വ്യക്തമായിട്ടും ദൈവശബ്ദം കേൾക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ കർത്താവിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യുന്നു, ഭർത്താവിൻ്റെ ചെയ്യുന്നു. ശത്രുവിൻ്റെ നെഞ്ചത്ത് അവൻ്റെ ചെവിയിൽ കർത്താവിൻ്റെ ആരവം ചെന്ന് കേട്ടുകൊള്ളണം. അതായത് ദുഷ്ടപിശാചിൻ്റെ നേരെ സിംഹം പോലെ അലറുന്ന യഹൂദയുടെ സിംഹം അവൻ്റെ ചെവി ചെന്ന് പറയണം, യുദ്ധം ജയിപ്പിക്കുന്നവൻ ഞാനാണെന്ന്. യേശു ചെയ്യും. അത് നമുക്ക് വേണ്ടി അവൻ വീര്യപ്രവൃത്തി ചെയ്യുന്ന. കുറഞ്ഞെന്ന് കഴിയുമ്പോൾ ഒരൊറ്റ ശത്രു നമുക്ക് ചുറ്റും എവിടെ കൂടെ വന്നു എന്ന് അവൻ്റെ വഴി പോലും മറിഞ്ഞാണ് കർത്താവ് അടിച്ചു മാറ്റുന്നതായിട്ടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി എക്കത്തിനും പക്ഷേ ഒരു സമയമുണ്ട്, കാലമുണ്ട്. വെയിറ്റ് ചെയ്യുക, കർത്താവ് പറഞ്ഞെങ്കിൽ വരും. അതല്ല യുദ്ധത്തിന് ഇനിയിപ്പോൾ നാളെ അങ്ങോട്ട് ചെല്ലുമെന്ന് ബറാഖാത്തായിട്ടുണ്ട്. പോയി യുദ്ധം ചെയ്ത് ജയമെടുക്കുക. ദൈവത്തിൻ്റെ ആത്മാവ്, അനുഗ്രഹത്തിൻ്റെ ആത്മാവ് അനേക കുടുംബങ്ങളിൽ ഈ വെളിച്ചം അങ്ങോട്ട് വന്നിട്ട് ഈ അസ്ഥിരതയുടെ ആത്മാവിനെ എടുത്തു മാറ്റിയിട്ട് സ്ഥിരതയും ഉറപ്പിൻ്റെ ആത്മാവ് ദൈവം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് അധിക ശക്തിയോടെ നിങ്ങളുടെ കുടുംബങ്ങളെ, മക്കളെ, മരുമക്കളെ, ഭർത്താക്കന്മാരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ കർത്താവിൻ്റെ ഒരു പുതിയൊരു ഭണ്ഡാരം തുറന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അനുഗ്രഹം കടന്നു വരട്ടെ. കർത്താവിന് ചെയ്യാൻ സാധിക്കും. വാങ്ങിച്ചെടുക്കുക. വ്യക്തികളോട് ചോദിച്ചിട്ട് കാര്യമില്ല, വ്യക്തികളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചെങ്കിലായി. പക്ഷേ ദൈവം തുറക്കുമ്പോൾ ഉണ്ടല്ലോ, അല്ല കർത്താവിന് പോലും പലിശ കൊടുക്കാൻ നേരത്ത് ആളുകളോട് ചോദിക്കാൻ യേശു പറഞ്ഞില്ല. ആ മീനെ പോയി പിടിക്കാനേ പറഞ്ഞുള്ളൂ. മീൻ പിടുത്തക്കാരനോട് നീ പോയി പിടിക്കുക, അതിൻ്റെ വായിൽ 4 എണ്ണം കാണും, 2 എനിക്കും 2 നിനക്ക് കൊടുക്കുക എന്ന് പറയുന്ന ദൈവം എൻ്റെ മുമ്പിലുണ്ട്. ആ ദൈവത്തെ വിളിച്ചു വരുത്താൻ നമുക്ക് എല്ലാവർക്കും കൊടുത്തു തീർക്കാൻ നമുക്കൊക്കത്തില്ല, പക്ഷേ ദൈവത്തിന് സാധിക്കും. പ്രാർത്ഥിക്കാം. നാഥ, ജയമെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ കാറ്റടിക്കുന്നതിന് സ്തോത്രത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വർഷം ജയത്തിൻ്റെ തന്നെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. പക്ഷേ ആശ്രയം ശരിയാകണം. നിന്നിൽ ആശ്രയിക്കാനുള്ള ആത്മാവ് ഞങ്ങളിൽ വ്യാപരിക്കണം. പരിശുദ്ധനായ ദൈവമേ, അവിടെ ഇവിടെ ഊടാടി നടന്ന് ഈ കാട് കയറുന്ന സ്വഭാവം, ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞതുപോലെ ഓടി നടക്കുന്ന ഞങ്ങളുടെ ഈ പന്ന സ്വഭാവം, അവിടെ ഇവിടെയും കാട് കയറി നടക്കുന്ന സ്വഭാവം എടുത്തു കളഞ്ഞിട്ട് ഏക ചിന്തയോടെ നിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിപ്പാനും നിന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചെടുത്ത് ദൈവനാമത്തിൽ അനേകർക്ക് ഈ സത്യങ്ങളെ പകർന്നു കൊടുക്കാനും സഹായിക്കേണ്ടടുത്ത് സഹായിക്കാനും വചനം പറയേണ്ടത് വചന സാന്നിധ്യം വേണ്ടടുത്ത് സാന്നിധ്യം കൊടുക്കാനും എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ച പോലെ ദൈവമേ ഞങ്ങൾക്ക് ചുറ്റും ഈ തീമതിൽ അഗ്നിമയന്മാരായ കുതിരകളുടെ അഗ്നിരഥങ്ങൾ നിൽക്കുന്നത് ശത്രു കാണണം കർത്താവേ. അത് നിൻ്റെ സാന്നിധ്യത്തെയല്ലേ കാണിക്കുന്നത്. നീ ചെയ്യാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല നാഥ. പരിശുദ്ധാത്മാവിൻ്റെ തീയെ നട്ടുച്ചക്കത്തെ പ്രകാശം പോലെ ചുറ്റും നിൽക്കുന്നതിന് നന്ദി പറയുന്നു. ശത്രുക്കൾ തോറ്റുപോകുന്നു, ഇല്ലാതാകുന്നു. കുറഞ്ഞെന്ന് നോക്കിയപ്പോൾ അവനെ കണ്ടില്ല. പക്ഷേ നീ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് നിൻ്റെ മാർവോട് ഞങ്ങളെ ചേർത്ത് വെച്ച് തലമുറകളുടെ മേൽ നിൻ്റെ ആശ്വാസത്തിൻ്റെ സമാധാനം 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 എന്ന് പറയുന്ന വാഗ്ദത്തം അയച്ചു കൊടുക്കുന്നതിന് സ്തോത്രം. നേരെ ചിന്തിക്കാനുള്ള ആത്മാവ് ഉണ്ടാകട്ടെ. പക്ഷേ നേരെ ചിന്തിച്ച് ശരിയായിട്ട് പ്രവർത്തിക്കാനുള്ള കൃപ വരട്ടെ. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. അധികമായ വാഗ്ദത്തങ്ങളെ കൊണ്ട് ഈ വർഷം ആദ്യത്തെ ഇറക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.